എന്ത് ചെയ്തിട്ടും വിട്ടുമാറാത്ത ഹോക്കുരമാണ് നിങ്ങൾ ബെൻസോൺ പെറോക്സൈഡ് ഉപയോഗിച്ചു, സാലിസിലിക് ആസിഡ് ഉപയോഗിച്ചു, എസിലിക് ആസിഡ് ഉപയോഗിച്ചു, ട്രെറ്റിനോയിൻ ഉപയോഗിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. ഹോക്കുരോ അതേപോലെ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു ആൽഫയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ദ സ്ട്രോങ്ങസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ആക്നെ, ദാറ്റ് ഈസ് നൺ അതർ ദാൻ നമസ്കാരം. ഞാൻ വിശേഷമായി ബയോ ഹാക്കിംഗ് യുവർ സ്കിൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മുഖക്കുരുവിനെ കുറിച്ചാണ്, ആക്നെയെ കുറിച്ച്. കാരണം ആക്നെ പിമ്പിൾസ് എല്ലാം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്കിൻ പ്രോബ്ലമാണ്, എസ്പെഷ്യലി ടീനേജേഴ്സ് ആൻഡ് യൂത്തുള്ള ആൾക്കാരിൽ വെച്ച്. സോ ഈ മുഖക്കുരുവിന് പല ആൾക്കാരും പല ട്രീറ്റ്മെൻറ്റും ചെയ്യാറുണ്ട്. ചിലവർക്ക് നല്ല റിസൾട്ട് കിട്ടും, ചിലവർക്ക് എന്ത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്ത അവസ്ഥയുണ്ടാവും. സോ അവിടെ വരുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ഭയങ്കര കോൺഫിഡൻസ് ഡൗൺ ആവും. അവരോട് തന്നെ ഒരു എന്താ പറയുക, ഒരു മതിപ്പ് ഉണ്ടാകുന്നില്ല. എന്താണ് ബാക്കിയുള്ള നമ്മൾ അട്രാക്റ്റീവായിട്ട് കാണുന്നില്ലല്ലോ, അറ്റൻഷൻ കിട്ടുന്നില്ലല്ലോ എന്നൊരു തോട്ട് വരാം. അങ്ങനെ ലൈഫിനെ അത് ബാഡ് രീതിയിൽ, നെഗറ്റീവായ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പലർക്കും. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എന്താ പറയുക, ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഗുഡ് ലുക്കിംഗ് ആയിട്ട് നടക്കുന്നതാണ് എല്ലാവരും ആഗ്രഹം. സത്യാവസ്ഥ അത് തന്നെയാണ്, റൈറ്റ്? സോ ഓർക്കൊരു നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലായി ട്രീറ്റ്മെൻറ്റ്, ബെൻസോൺ പെറോക്സൈഡ്, സാലിസിലിക് ആസിഡ്, എസിലിക് ആസിഡ്, ട്രെറ്റിനോയിൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ലാസ്റ്റ് റിസോർട്ട്, അതായത് എന്ത് ചെയ്തിട്ട് പോകുന്നില്ലെങ്കിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രോങ്ങസ്റ്റ് സ്കിൻ കെയർ, അതായത് ആക്നെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നൗ ഒരു ഡിസ്ക്ലെയിമർ ഞാൻ തരട്ടെ ഗൈസ്, ഞാനൊരു ഡോക്ടറല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു മെഡിക്കൽ അഡ്വൈസ് അല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് പണ്ട് ഒരുപാട് പോക്കുണ്ടായിരുന്നു, ഞാൻ ഈ ഫോട്ടോ വിട്ടേക്കാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് പോക്കുകൾ എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ക്ലീനായിട്ട് നോക്കും. എന്ത് ചെയ്തിട്ടും ഞാൻ ബെൻസോൺ പെറോക്സൈഡ് യൂസ് ചെയ്തതാണ്, സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തു, എസിലിക് ആസിഡ് യൂസ് ചെയ്തു, ട്രെറ്റിനോയിൻ യൂസ് ചെയ്തു. എന്ത് യൂസ് ചെയ്തിട്ടും ചില പോക്കുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു, ബട്ട് ചിലത് പോവാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ചിലതൊക്കെ ട്രീറ്റ്മെൻറ്റ് നിർത്തുമ്പോൾ തന്നെ പിന്നെയും വരും, റൈറ്റ്? ആ അവസ്ഥയിലിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് നോക്കുകളുള്ളത്. ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. സോ കൊച്ചിയിൽ ഞാൻ പണ്ട് ഇതിപ്പോഴല്ല കേട്ടോ, ഞാനൊരു 6-7 വർഷം മുമ്പ്, ഏകദേശം 6 വർഷമായിട്ടുണ്ടാവും, ഞാൻ മോഡലിംഗ് പീക്ക് നിൽക്കുന്ന സമയത്താണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത് ഇവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാത്തിനും എന്താ പറയുക, ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്, ഹാർഷ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സും അതുപോലെ തന്നെയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ട, അത് ഫുള്ളായിട്ട് കാണാൻ വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. പകുതി കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ ഉണ്ടാവില്ല, റൈറ്റ്? സോ ഇത് കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ള ഒരു ടാബ്ലറ്റ് ആണ്, സ്ട്രോങ് ടാബ്ലറ്റ് ആണ്. കാരണം അലോപ്പത്തിന് അറിയാലോ, നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന സാധനം ഉണ്ടെങ്കിൽ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. സോ നമ്മൾ ഈ സൈഡ് എഫക്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയ തലവേദനയാണ്. അതിനെക്കുറിച്ച് റൈറ്റ് അഡ്വൈസ് വേണം, റൈറ്റ് ഗൈഡൻസ് വേണം, റൈറ്റ്? സോ ഞാൻ ഇന്ന് ഈ മെഡിസിൻ്റെ പേരും പറയാം, അതുപോലെ തന്നെ എനിക്ക് യൂസ് ചെയ്യാനുള്ള സാഹചര്യവും ഞാൻ പറയാം. 5 വർഷം മുമ്പ് ഞാൻ ഇവിടെയുള്ള സ്കിൻ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അപ്പോൾ ഈ റിസർച്ച് ഒരുപാട് പണ്ട് മുതൽ ഞാൻ മോഡലിംഗ് ആക്ടിങ് ചെയ്തതുകൊണ്ട് പണ്ട് മുതൽ ഞാൻ സ്കിൻ കെയറിനെ കുറിച്ച്, ഹെയർ കെയറിനെ കുറിച്ച് റിസർച്ച് ഒരുപാട് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ഫോറിനുള്ള ഒരുപാട് സ്കിൻ കെയർ പ്രോബ്ലം വന്ന ആൾക്കാരിൽ നിന്ന് കണ്ട ഒരു സാധനമാണ് isotretinoin, the strongest solution for acne ever. ഇതിനേക്കാൾ സ്ട്രോങ്ങസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ട് മാറാത്ത ആക്നെ ഇതുകൊണ്ട് മാറും, ഇതുകൊണ്ട് മാറാത്ത ആക്നെ ഒന്നുകൊണ്ടും മാറില്ല, റൈറ്റ്? സോ ഇതിൻ്റെ ഫേമസ് ബ്രാൻഡ് നെയിം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതിൽ ആക്യുറ്റൈൻ എന്ന് പറയും. ഓക്കെ, അത് ബ്രാൻഡ് നെയിമാണ്, ഇത് സോൾട്ടിൻ്റെ പേരല്ല. ഇന്ത്യയിൽ പല ബ്രാൻഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഐസോട്രെറ്റിനോയിൻ എന്ന് പറയും. ഓക്കെ, ഐസോട്രെറ്റിനോയിൻ എന്താണ്? ബേസിക്കലി അതൊരു വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ്. നിങ്ങൾ റെറ്റിനോയിൻ ഒരുപാട് ക്രീം കേൾക്കുന്നുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഐസോട്രെറ്റിനോയിനാണിത്. വൈറ്റമിൻ എയുടെ തന്നെ ഒരു ഡെറിവേറ്റീവ് ആണ്. ബട്ട് ഇത് ഓറൽ ഫോമിലാണ്, അതായത് ടാബ്ലറ്റ് ഫോമിലാണ് ഉള്ളത്. ഇത് തേക്കാനുള്ളതല്ല. ഈ പുലുവ് പൊട്ടിച്ച് തേക്കരുത്. പല ആൾക്കാരും വൈറ്റമിൻ എ പൊട്ടിച്ച് തേക്കാൻ, അതുപോലെ ഇത് ചെയ്യരുത്. എഗെയിൻ ഞാൻ പറയുന്നു, ഡോക്ടറിനെ കണ്ടിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം അത്ര കിടിൽ റിസൾട്ടാണ്, ചെറിയ സൈഡ് എഫക്ട്സും ഉണ്ട്. ഓക്കെ, നൗ ഇത് ഓറൽ ടാബ്ലറ്റ് ആണ്, കഴിക്കേണ്ട ടാബ്ലറ്റ് ആണ്, മുഖത്ത് തേക്കേണ്ട ടാബ്ലറ്റ് ഇല്ല. നൗ ഇന്ത്യയിൽ ഇതിൽ പല ബ്രാൻഡിലും കിട്ടുന്ന മിക്ക മെഡിക്കൽ ഷോപ്പിലും കിട്ടും. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരില്ല. ഇവിടെയുള്ള പല സ്കിൻ ഡോക്ടറിനെ ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞു ഐസോട്രെറ്റിനോയിനെ കുറിച്ച് എന്താ അഭിപ്രായം സാർ, എനിക്ക് യൂസ് ചെയ്യണം, ഡോക്ടർ എനിക്ക് യൂസ് ചെയ്യണം എന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്താന്ന് പറയുമ്പോൾ പല സ്കിൻ ഡോക്ടേഴ്സിനെ പറഞ്ഞത് അത് ചെയ്യാൻ നിരവധി പറഞ്ഞിട്ട് റെറ്റിനോയിൻ്റെ അല്ലെങ്കിൽ ബെൻസോൺ പെറോക്സൈഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്. ഞാൻ ഇപ്പോഴത്തെ കാര്യം നോക്കുന്നത് 5-6 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ പിന്നെയും ഡെവലപ്പായി ഒരുപാട് ഡോക്ടർമാരെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കുറേ എന്താ പറയുക കൂടി വരുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഓക്കെ, പണ്ട് അങ്ങനെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരുന്നു. സോ
ഞാൻ അവസാനം ഫൈനലി എനിക്ക് ഷൂട്ട് ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെന്നൈ പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു സൂപ്പർ മോഡലിനെ, ഒരു ഫീമെയിൽ സൂപ്പർ മോഡലിൻ്റെ കൂടെ അവൾക്ക് ഈ പറയുന്ന ഒരു സ്കിൻ ഡോക്ടർ, പുള്ളിക്കാരത്തിയുടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ പോകുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ എനിക്കും ഈ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനും പറഞ്ഞു എനിക്കും ഈ സ്കിൻ ഡോക്ടറെ കാണുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നെ പോയി, ഞാനും പുള്ളിക്കാരത്തി കൂടെ, അതായത് ഈ ഫീമെയിൽ സൂപ്പർ മോഡലും ഞാനും കൂടെ ഈ ഡെർമറ്റോളജിസ്റ്റിൻ്റെ പോയി. ഈ ഡെർമറ്റോളജിസ്റ്റ് ചെന്നൈയിലെ തന്നെ മോസ്റ്റ് ഫേമസ് ഡെർമറ്റോളജിസ്റ്റ് ആയിരുന്നു, സെലിബ്രിറ്റി ഡെർമറ്റോളജിസ്റ്റാണ്. അതായത് ചെന്നൈയിലുള്ള മിക്ക സൂപ്പർ മോഡൽസും ആക്ടേഴ്സ് ആൻഡ് അതർ സെലിബ്രിറ്റീസ് എല്ലാം കാണിക്കുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം എന്തായാലും ഈ ആൾക്കാരൊക്കെ, അതായത് സൂപ്പർ മോഡൽസ് ആൻഡ് ആക്ടേഴ്സ് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഞാനടക്കമുള്ള മോഡൽസ് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, സോ ഇത് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതേപോലെ ലൈക്ക് നമ്മുടെ പ്രൊഫഷന് ആവശ്യമുണ്ട്. ഇഫ് ഐ ഹാവ് ടു ലുക്ക് എ സർട്ടൻ വേ ദെൻ ഐ ഹാവ് ടു ഹാവ് എ ക്ലിയർ സ്കിൻ. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി ആവശ്യമുള്ള ഒരു സാധനമാണിത് എന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ വേണം. അപ്പോൾ അതൊരു സെലിബ്രിറ്റി ഡെർമറ്റോളജിസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഹി വിൽ ബി ലൈക്ക് ഓപ്പൺ, ഓക്കെ ഈ പുള്ളിക്കാരന് ഈ മെഡിസിൻ്റെ ആവശ്യമുണ്ട്. കാരണം ജോലി സംബന്ധമായി, അതായത് വീട്ടിൽ അരി വരാൻ വേണ്ടി ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ, കെയർ ആൻഡ് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രം മോഡലിംഗ് വർക്ക് കിട്ടുള്ളൂ, ആക്ടിങ്ങിൽ വർക്ക് കിട്ടുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ, വീട്ടിൽ അരി വരുള്ളൂ. സോ അത് മനസ്സിലാക്കുന്ന ഡോക്ടറെ. അപ്പോൾ ഞാൻ അവരോട് ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ ഐസോട്രെറ്റിനോനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞാൻ റിസർച്ച് ചെയ്തു, ബട്ട് ഞാൻ എൻ്റെ നാട്ടിലുള്ള, കാരണം ഡോക്ടർ എന്ന് പറയാൻ ഞാൻ കൊച്ചിക്കാരനാണ്, എൻ്റെ നാട്ടിലുള്ള സ്കിൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഒന്നും വേണ്ട, അത് ഭയങ്കര ഡേഞ്ചറാണെന്നോ, ബട്ട് എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ട് ഡോക്ടർ, കാരണം എൻ്റെ പ്രൊഫഷൻ ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് കാര്യം മനസ്സിലായി. പുള്ളിക്കാരൻ പറഞ്ഞു ഇറ്റ്സ് ക്യാൻഡി, സൂപ്പർ മോഡൽസ് ക്യാൻഡി, അത് സൂപ്പർ മോഡൽസ് ക്യാൻഡി മിക്ക സൂപ്പർ മോഡലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കാരണം സ്കിന്നിനെ ഇതിന് അത്രയും പെർഫെക്റ്റ് ആക്കുന്ന വേറൊരു സാധനമില്ല. റൈറ്റ് നൗ ഞാൻ ഈ വീഡിയോ എന്താണ് ചെയ്തത്, കാരണം നിങ്ങൾക്കും ഇതേപോലെ ഞാൻ ഈ പറയുന്നത് കേട്ട് ഇൻഫർമേഷൻ കണ്ടിട്ട് നിങ്ങൾ നേരെ ഡെർമറ്റോളജിസ്റ്റിനോട് നിങ്ങൾ ചോദിക്കണം. റൈറ്റ്, ഡെർമറ്റോളജിസ്റ്റ് നിങ്ങളോട് ഇങ്ങോട്ട് പറയില്ല ഐസോട്രെറ്റിനോൻ യൂസ് ചെയ്തോ സ്കിന്ന് നല്ലതെന്ന് പറയില്ല. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം, ഡോക്ടർ എനിക്ക് ഐസോട്രെറ്റിനോൻ യൂസ് ചെയ്യണം എന്നുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ അങ്ങോട്ട് കേൾക്കണം. അതിന് വേണ്ടി നിങ്ങളറിയാം ഈ പറയുന്ന ഐസോട്രെറ്റിനോൻ എന്ന മെഡിസിൻ ഉണ്ടെന്ന് അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോടും ചോദിക്കാം, പ്രിസ്ക്രിപ്ഷനും മേടിക്കാം, മെഡിസിനും മേടിക്കാം, സ്കിന്ന് വെറുതെ പക്കാക്കി മാറ്റാം. റൈറ്റ്, ഒരുപാട് ഹൈപ്പായിട്ട് തോന്നുന്നുണ്ടോ? ബട്ട് ഗൈസ് ഇതങ്ങനെയാണ് എൻ്റെ സ്കിൻ കെയർ ജേർണിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത സംഭവമാണ്. ഇതിന് മെയിൻ പ്രോസസ് ആയിട്ട് ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി നമ്മുടെ സ്കിന്നിൽ ഓവർ സീബം, ഈ പറയുന്ന ആക്നി എന്ന് പറയുമ്പോൾ ഓവർ സീബം വരുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ് ആക്നി. സോ നമ്മുടെ ഈ സെബേഷ്യസ് ഗ്ലാൻഡ് എല്ലാം ചുരുക്കിയിട്ട് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടാബ്ലറ്റാണ് ഐസോട്രെറ്റിനോൻ ടാബ്ലറ്റ്. റൈറ്റ്, ബട്ട് ഇതിന് ഒരു ചെറിയ സൈഡ് എഫക്റ്റ്, ചെറുതല്ല കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതിനൊരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് സെബേഷ്യസ് ഗ്ലാൻഡ്, അതായത് ഈ കുരു വരുന്ന സ്ഥലത്ത് മാത്രമല്ല ഇത് ഡ്രൈ ഔട്ട് ചെയ്യുക, എൻറ്റയർ ബോഡിയിൽ ഡ്രൈ ഔട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഗുണമെന്താണ്, നമുക്ക് കുരു മുഖത്താണെങ്കിലും നമ്മുടെ മേത്ത് എവിടെയാണെങ്കിലും, അതായത് ചിലർക്ക് ചെസ്റ്റിലുണ്ടാവും, ചിലർക്ക് ഷോൾഡേഴ്സിനുണ്ടാവും, ബാക്കിലുണ്ടാവും, മുഖത്തുണ്ടാവും, നെക്കിലുണ്ടാവും. സോ നമ്മുടെ ശരീരത്തിൽ എവിടെ മുഖക്കുരു മുഖത്തല്ലേ ഉള്ളൂ, കുരു ഓക്കെ ആക്നെ, നമ്മുടെ ശരീരത്തിൽ എവിടെ ആക്നെ ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ സഹായിക്കും. കാരണം സ്പെസിഫിക് ആയിട്ട് മുഖത്ത് മാത്രമുള്ളതല്ല. സോ നിങ്ങളുടെ ശരീരത്തിലും ആക്നെ ഉണ്ടെങ്കിൽ അതിനും ഇത് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കും. റൈറ്റ്, നൗ ആക്നെ മാത്രമല്ല ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ചുരുക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ പല ലൂബ്രിക്കൻസ് ഉണ്ട്. ആ ലൂബ്രിക്കൻസിനെയും ഇത് ചുരുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡിഫിക്കേഷൻ ഡ്രൈ ഔട്ട് ചെയ്ത് കളയും. അതായത് നമ്പർ 1 ഈസ് ടയർ ഗ്ലാൻഡ്സ്. നമ്മുടെ കരയുമ്പോൾ കണ്ണുനീര്, അപ്പോൾ കണ്ണുനീര് വരുന്നത് ടയർ ഗ്ലാൻഡ്സിൽ നിന്നാണ്. സോ അതും ഇത് ചുരുക്കും. അപ്പോൾ എന്ത് പറ്റും, കണ്ണ് ഡ്രൈ ആവും. ഒരുപാട് നേരം സ്ക്രീനിൽ നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾ കണ്ണ് ഡ്രൈ ആവാറില്ലേ, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ സ്ക്രീൻ നോക്കിയെങ്കിൽ പോലും നിങ്ങളുടെ കണ്ണിൽ ടയർ ഗ്ലാൻഡ്സ് എല്ലാം അത് ഡ്രൈ ഔട്ട് ആവും, ഐസ് ഡ്രൈ ഔട്ട് ആവും, ഒരു സാധനത്ത് വരും. സോ അതിന് വേണ്ടി എന്ത് യൂസ് ചെയ്യണം, ഡോക്ടറോട് ചോദിക്കാൻ എനിക്ക് ഇങ്ങോട്ട് ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. ദാറ്റ് ഈസ് കാർബോമീഥൈൽ സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ ഐ ഡ്രോപ്സ് കിട്ടും. ഇത് നമ്മുടെ കണ്ണിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടിയാണ്. സ്പെസിഫിക്കലി ഒരുപാട് സ്ക്രീൻ ടൈം നിങ്ങൾ നോക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ വഴി മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ലതാണിത്. ഡോക്ടറോട് ചോദിച്ചിട്ട് യൂസ് ചെയ്യാം. സോ ഈ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ കണ്ണ് ഡ്രൈ ഔട്ട് ആകുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ, ആ സൈഡ് എഫക്റ്റിനെ ടാക്കിൾ ചെയ്യേണ്ട ഒരു സാധനമാണ് കാർബോമീഥൈൽ സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ ഐ ഡ്രോപ്സ്. ഡോക്ടറോട് ചോദിക്കാൻ തരും. സെക്കൻഡ്, കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, ചുണ്ടും നമ്മുടെ ഡ്രൈ ഔട്ട് ആവും. പല ആൾക്കാരും നമുക്ക് ഈ തണുപ്പ് കാലത്തൊക്കെ ചുണ്ട് പൊട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചുണ്ട് ഡ്രൈ ഔട്ട് ആകുമ്പോഴാണ് ചുണ്ട് പൊട്ടി വരുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ ചുണ്ടിലുള്ള ആ ഒരു മോയ്സ്ചറും ഇത് ഡ്രൈ ഔട്ട് ചെയ്ത് കളയും. സോ ചുണ്ട് ഭയങ്കര വീക്ക്നെസ് ആയിട്ട് പൊട്ടും. ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം, ഫോട്ടോ ഇട്ടേക്കാം. പല യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോ ആണ് വെസ്റ്റേൺ കൺട്രീസിൽ. എനിക്കും ഇതുപോലെ ചെറിയ ചുണ്ട് പൊട്ടുന്ന സാധനം ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. സോ അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്,
ഒരു ലിപ് ബാം ഉപയോഗിക്കണം നിങ്ങൾ. അതോ SPF ഉള്ള ലിപ് ബാം തന്നെ ഉപയോഗിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നൗ നെക്സ്റ്റ് ഒരു ഭയങ്കര സീരിയസ് അല്ല, എന്നാൽ പോലും നമ്മുടെ സ്കാൽപ്പ് ഏരിയ, അതായത് നമ്മുടെ മുടിയുടെ നമ്മുടെ തലയുള്ള സ്കാൽപ്പിൻ്റെ അവിടെയും ഓയിൽ പ്രൊഡക്ഷൻ നടക്കാറുണ്ട്. സോ അതും ഇത് കുറയ്ക്കും. അപ്പോൾ ഡ്രൈ സ്കാൽപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്, ഡാൻഡ്രഫ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുക. ഇപ്പോൾ എടുത്തിട്ടുള്ള നമ്മുടെ വാഷ്റൂമിലാണുള്ളത്. സോ നിങ്ങൾ സിങ്ക് പൈറത്തോൺ അല്ലെങ്കിൽ സംതിങ് എൽസ് സാലിസിലിക് ആസിഡ് ആൻഡ് കോൾട്ടാറിൻ്റെ ഞാനിവിടെ കൊടുത്തേക്കാം ഷാമ്പൂ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സിക് പൈറത്തോൺ ആൻഡ് കീറ്റോകോണസോൾ അതിൻ്റെ ഷാമ്പൂ ഉണ്ട്. പിന്നെ വേറൊരു ഷാമ്പൂ കൂടെ ഉണ്ട്. ഞാൻ 2-3 ഓപ്ഷൻസ് ആയി കൊടുത്തോളാം. ആൻഡ് ഗൈസ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഓക്കെ, സോ നമ്മുടെ സ്കാൽപ്പിനും നിങ്ങൾ ഡ്രൈ ഔട്ട് ആവും. സോ അത് ഡാൻഡ്രഫ് വരാൻ സാധ്യതയുണ്ട്. ഡാൻഡ്രഫ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്യാം. ഇനി സ്കാൽപ്പിന് മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വീക്കിലി ഒരു ട്വൈസ് ഓയിലിംഗ് ചെയ്യുക. കോക്കനട്ട് ഓയിൽ വെച്ച് നല്ലോണം ഹെയർ മസാജ് ചെയ്യുക. ഓൾറൈറ്റ്, അതും ഹെൽപ്പ് ചെയ്തതാണ്. നൗ തേർഡ് എന്താണ്? കണ്ണായി, സ്കാൽപ്പായി, ചുണ്ടായി. നെക്സ്റ്റ് വാട്ട്? അതാണ് നമ്മുടെ ജോയിൻറ്റ്സ്. യെസ് ഗൈസ്, ഞാൻ ഈ മെഡിസിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബോഡി ബിൽഡിംഗ് ചെയ്യാറുണ്ടായിരുന്നു. സോ എനിക്ക് ബെഞ്ച് പ്രസ് ഒക്കെ എനിക്ക് ബെഞ്ച് പ്രസ് അടിക്കുമ്പോൾ എൻ്റെ ഷോൾഡറിലും എൻ്റെ എൽബോയിലും ജോയിൻറ്റ് വളരെ ഏക്കിങ് വരാറുണ്ടായിരുന്നു. ഒരു ടക്ക് 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 ശബ്ദം വരും. അതുപോലെ തന്നെ നല്ല പെയിൻ വരാറുണ്ടായിരുന്നു. അതിൻ്റെ റീസണും ജോയിൻറ്റിൻ്റെ ലൂബ്രിക്കേഷനും ഇത് ഡ്രൈ ഔട്ട് ചെയ്തത്. സി ഗൈസ്, ഒരു സാധനം, അതായത് എടുക്കാൻ വെച്ചത് ഫണ്ടുള്ളവയെ ഒരു സാധനം ശരിയാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ബട്ട് നമുക്ക് പ്രയോറിറ്റി, നമ്മുടെ ലൈഫിൽ എന്താണ് പ്രയോറിറ്റി? ആസ് എ മോഡൽ ഐ ഹാവ് ടു ലുക്ക് എ സർട്ടൻ വേ. എനിക്കിത് യൂസ് ചെയ്യണം, എനിക്ക് ഈ സൈഡ് എഫക്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാവും. നൗ നിങ്ങളുടെ ലൈഫിൽ ഇത് വർത്തിട്ടാവോ അതോ റിസ്കി ആവോ നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് കൗസ് ജോയിൻസില്ല. ജോയിൻസിന് എന്തെയാണോ വെച്ചാൽ ജോയിൻറ്റ് സപ്ലിമെൻറ്റ്സ് ഒരുപാട് ഗൈസ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ഗ്ലൂക്കോസമീൻ. ഇത് ഗ്ലൂക്കോസ് അല്ല, ഗ്ലൂട്ടമീനും അല്ല, ഗ്ലൂക്കോസമീൻ എന്ന് പറയും. ഗ്ലൂക്കോസമീൻ എന്ന് പറയും. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സപ്ലിമെൻറ്റ്. അതല്ലാതെ നിങ്ങൾ കോൺട്രോയിട്രോൺ യൂസ് ചെയ്യാം, MSM യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കൊളാജൻ യൂസ് ചെയ്യാം. ഇതൊക്കെ ജോയിൻറ്റ് സപ്പോർട്ട് വേണ്ടി വളരെ നല്ലതാണ്. ബട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഗ്ലൂക്കോസമീൻ ടാബ്ലറ്റ്സ്. ഇത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, സപ്ലിമെൻറ്റ്സ് ആയിട്ട് കിട്ടും. ഐ പ്രൊവൈഡ് ദ ലിങ്ക് ബിലോ. നൗ അടുത്ത എന്താണ്? ഇനി ഓവറോൾ ഈ സ്കിന്നിനെ എന്തായാലും ആക്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രൈ ഔട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ നല്ല ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഓക്കെ, ചില മോയ്സ്ചറൈസറിനെ ഞാൻ സജഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഷെയ്ഫ്റ്റിൻ്റെ, ഡോക്ടർ ഷെയ്റ്റ്സിൻ്റെ. ഓക്കെ, നൗ ദർ ആർ ലോട്ട് ഓഫ് മോയ്സ്ചറൈസേഴ്സ്. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, കാരണം ഭയങ്കര ഡ്രൈ സ്കിൻ വരും. ഓക്കെ, സോ മസ്റ്റ് യൂസ് മോയ്സ്ചറൈസർ. ഇത് ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മോർണിംഗ് ആൻഡ് ഈവനിങ് 2 സമയത്തും നിങ്ങൾ തീർച്ചയായിട്ടും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. സോ ദാറ്റ് ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലം ഒക്കെ നിങ്ങൾ മുഖത്തായിക്കോട്ടെ കൈക്കായിക്കോട്ടെ ഡ്രൈ ഇത് കുരുവൊക്കെ മാറുമ്പോൾ കുരുവൊക്കെ ഉടങ്ങി പൊട്ടി തൊലിയൊക്കെ വരും, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ തേച്ചില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. സോ മസ്റ്റ് യൂസ് എ മോയ്സ്ചറൈസർ. നൗ നെക്സ്റ്റ് എന്താണ്? ഇത് ഒരു ഹാർഷ് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സൺസ്ക്രീൻ. ഇത് UV-Dox ആണ്. ഇതും എനിക്ക് ആ സെലിബ്രിറ്റി ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൺസ്ക്രീനാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മറ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള 2-3 കോമ്പിനേഷൻ താഴെ ഞാൻ കൊടുത്തേക്കാം. വൈ? ബിക്കോസ് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സ്കിന്ന് ഭയങ്കര സൺ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിലത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വെടുക്കാൻ റേസിലേക്ക് പാടാവും, മനസ്സിലായോ? അപ്പോൾ ഡ്രൈ സ്കിൻ ആയാലും ഒന്നുകൂടെ UV റേസ് കൊണ്ടിട്ട് സ്കിൻ നശിയാനുള്ള സാധ്യതയുണ്ട്, മെലാസ്മ വരാനുള്ള സാധ്യതയുണ്ട്, ഡാർക്ക് സ്പോട്ട് വരാനുള്ള സാധ്യത, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. സോ സൺസ്ക്രീൻ നിങ്ങൾ എന്ത് ചെയ്താലും ഒഴിവാക്കരുത്. മറ്റെന്തും ഒഴിവാക്കിയാലും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു SPF 50, SPF 30 is good enough, but 50 is a sweet spot. Alright, ഇത് UV-Dox ആണ്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിലേക്ക് യൂസ് ചെയ്യാം, ബട്ട് ഡോണ്ട് സ്കിപ്പ് സൺസ്ക്രീൻ. റൈറ്റ്, സോ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണം. ഈ ഐസോട്രെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് വരാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ആളുടെ ഒരു ഇത്. കാരണം അലോപ്പത്തിക് മെഡിസിൻ എല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ട്. ബട്ട് നമുക്ക് എഗ്രസീവായ പ്രശ്നങ്ങൾക്ക് എഗ്രസീവായ ട്രീറ്റ്മെൻറ്റ് വേണം. എഗ്രസീവായ ട്രീറ്റ്മെൻറ്റ് എഗ്രസീവായ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതിനെ കൺട്രോൾ ചെയ്യുന്നവനാണ് ലോങ് ടേം വിജയിക്കുന്നത്. പല ആൾക്കാരും ഈ ഐസോട്രെറ്റിനോൾ ഈ ടാബ്ലറ്റ് മാത്രം കഴിക്കും, എന്നിട്ട് ഗുരു പോകും. ബാക്കിയുള്ള സൈഡ് എഫക്റ്റ് എന്ത് ചെയ്യും? ചുണ്ട് പൊട്ടി എന്ത് ചെയ്യും? കൺമിട്ടായി എന്ത് ചെയ്യും? ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മിന്നിച്ചുകൊണ്ടിരിക്കും. സ്കാൽപ്പിൽ ഡാൻഡ്രഫ് എന്ത് ചെയ്യും? ജോയിൻറ്റ് പെയിൻ വന്നു. അപ്പോൾ ഇതിനെയൊന്നും ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുഖം അടിപൊളി, ബാക്കിയെല്ലാം നശിച്ചു പോകും. സോ മേക്ക് ഷുവർ നിങ്ങൾ ഇതെല്ലാം ഡോക്ടറിനോട് ചോദിച്ച് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഇതെല്ലാം യൂസ് ചെയ്യാം. ഇതും എഗെയിൻ ഗൈസ്, ഡോക്ടർ ഇതെല്ലാം പറഞ്ഞതല്ല, നമ്മളങ്ങോട്ട് ഓരോന്നായിട്ട് ചോദിച്ചാൽ മാത്രമേ പറഞ്ഞില്ല. ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് വളരെ ലെങ്തി വീഡിയോ ആയി, ബട്ട് സ്റ്റിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രശ്നമാണ്, ഏറ്റവും ആൾക്കാർ ടാക്ട് ചെയ്തൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇത്രയും ലെങ്തി ആണെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. ബിക്കോസ്
എനിക്ക് ഇഷ്ടം നിങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് വ്യൂസ് കിട്ടിയില്ല, നിങ്ങൾ 2-3 മിനിറ്റിന് ഓടിപ്പോയി ഈ മെഡിസിൻ്റെ പേരിട്ട് ഓടിപ്പോയി നിങ്ങൾക്ക് നഷ്ടം. അതുപോലെ എനിക്കൊരു കുഴപ്പമില്ല. കാരണം എൻ്റെ എനിക്ക് ഇഷ്ടമുള്ളവരാണ് വെച്ചാൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വ്യൂസ് കിട്ടാൻ വേണ്ടി ഒരു 2-3 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്ത് എന്തെങ്കിലും ഇത് ഐഫോട്ടെക്നോ ഞാൻ അടി വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗുണമില്ല. എനിക്കിഷ്ടം നിങ്ങൾ കാര്യം മനസ്സിലാക്കിപ്പിക്കുക എന്നതാണ്. അത് വ്യൂസ് നേടുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. കാര്യം നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുക, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളെ പ്രാപ്തരാക്കുക. ഇത് ശരിയാവോ, നിങ്ങൾക്ക് തെറ്റാവോ, നിങ്ങൾക്ക് ശരിയാവോ, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പ്രാപ്തരാവുക. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ടി വരും. അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ലെങ്തി ആവും. ബട്ട് ഐ ഡോണ്ട് മൈൻഡ്. ബട്ട് നിങ്ങളാണ് എൻ്റെ പ്രയോറിറ്റി, നിങ്ങളുടെ സേഫ്റ്റിയാണ് എൻ്റെ പ്രയോറിറ്റി. അതുകൊണ്ടാണ് ലെങ്തി ആയിട്ട് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. ആൻഡ് ഓക്കെ, ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്, അത് കോൺട്രവേഴ്ഷ്യൽ സൈഡ് എഫക്റ്റ് ആണ്. ദാറ്റ് ഈസ് ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതൊക്കെ വരാനുള്ള ടെൻഡൻസി ആൾക്കാർക്ക് തോന്നും. അതിനെ തന്നെ കൗണ്ടറായിട്ട് ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഒരുപാട് ആക്നെ ഉള്ളത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് മടുപ്പ് തോന്നും. സോ അതാണ് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ട്രിഗർ ചെയ്യുന്നത് എന്ന് ഒരു ഭാഗം ആൾക്കാർ വാദിക്കാറുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ നിർബന്ധമായിട്ടും പാടില്ലാത്ത ആൾക്കാർക്ക്, നിങ്ങൾ ആൻസൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ, അത് ജീവിതം ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളെ മുഖക്കുരു വേർത്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, ബട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനസികാവസ്ഥ ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ വേഴ്സ്കി. ഓക്കെ, സോ നിങ്ങൾക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ എന്തെങ്കിലും തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യരുത്, കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ബേസിക് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സെക്കൻഡ്, നിങ്ങൾ ഒരു ബേബി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ലാക്ടേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഫോർ ഫ്യൂ മന്ത്സ്. ഇത് യൂസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ബേബീസ് പ്ലാൻ ചെയ്യരുത്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യരുത്. ഫീഡിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യരുത്. വൈ? അത് ബേബീസിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ചെയ്ത ചരിത്രങ്ങളുണ്ട്, വെസ്റ്റേൺ കൺട്രീസിൽ കണ്ടുവന്ന എക്സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർശനമായി പറയുന്നത്. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ഇത് ആണുങ്ങൾക്കും, അതായത് ആണുങ്ങളും ബേബി, കോഴ്സ് ആണുങ്ങൾ പ്രഗ്നൻ്റ് ആവില്ല, ആണുങ്ങൾ ലാക്ടേറ്റിംഗ് ചെയ്യില്ല, ബട്ട് ആളുകൾ ബേബി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യരുത് ഈ മെഡിസിൻ. യൂസ് ചെയ്യരുത്, ഈ മെഡിസിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ബേബീസ് പ്ലാൻ ചെയ്യരുത്. നിങ്ങൾക്ക് ബേബി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻ അതിന് മുമ്പോ അതിന് ശേഷമോ, അതായത് ഒരു 4 to 5 months ഗ്യാപ്പിന് ശേഷം മാത്രം, അതായത് ഈ മെഡിസിൻ കഴിച്ച് നിർത്തിയതിന് ശേഷം ഒരു 4-5 months ശേഷം മാത്രമാണ് ബേബീസിനെ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ മീൻ കുഞ്ഞാകം, സ്കിന്നിൻ്റെ സ്കിന്നൊന്നും അല്ല, കുഞ്ഞാണ് ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ കുറച്ച് ഉപയോഗിക്കാൻ ബുദ്ധി. ഓക്കെ, നമ്മൾ വെളുപ്പ് അല്ല, അല്ലെങ്കിൽ നോക്കു വാങ്ങുന്ന സൗന്ദര്യമല്ല എല്ലാം, നമുക്ക് കുടുംബമാണ് അതിനെല്ലാം പോയി. ഓക്കെ, അതും നിങ്ങൾ മനസ്സിലാക്കാം. സോ ബേബീസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ഒരു 5-ാം മാസത്തേക്ക്, ഒരു 5-6 months ഈസ് ഓക്കെ. ബട്ട് ഈ മെഡിസിൻ നിർത്തി 5-ാം മാസത്തിന് ശേഷം വേണം ബേബീസ് ട്രൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആണുങ്ങളും പെണ്ണുങ്ങൾ രണ്ടുപേർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ദെൻ ഈ പറയുന്ന ആത്മഹത്യാശ്രമം, അല്ലെങ്കിൽ ഈ പറയുന്ന മെൻ്റലി ഡൗൺ ആയ ഡിപ്രസ്ഡ് ആയ ആൾക്കാരുണ്ടാവും, അവരും ഇതൊന്നും ഉപയോഗിക്കരുത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം എക്സസീവ് ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാരും ഉപയോഗിക്കരുത്. വൈ? ബിക്കോസ് ഇത് ഉപയോഗിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ജോയിൻറ്റ്സ് ഒക്കെ ഭയങ്കര ഏക്കിയാവും. അപ്പോൾ നിങ്ങൾ സപ്ലിമെൻറ്റ് യൂസ് ചെയ്താൽ സാധാരണക്കാരുടെ ഒരു റിസൾട്ട് കിട്ടും. ബട്ട് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഹെവി ജോയിൻറ്റ് പെയിൻ ഉള്ള വ്യക്തിയാണ്, ഇത്തിരി ഓൾഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, മുട്ട് അല്ലെങ്കിൽ കൈവേദന, ഇത് എൽബോ വേദനയ്ക്കുള്ള ആളാണെങ്കിൽ ഇത് കാരണം, അതായത് ഈ പ്രൊഡക്റ്റ് കാരണം നിങ്ങൾക്ക് ജോയിൻറ്റ്സിന് വളരെയധികം പ്രശ്നം വരും. സോ അതും നിങ്ങൾ ഒഴിവാക്കുക. നല്ല ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉള്ള ആർത്രൈറ്റിസ് ഉള്ള ആളാണെങ്കിൽ അവരും ഇത് ഒഴിവാക്കുക. ഓക്കെ, സോ ഐ തിങ്ക് ആൻഡ് ഗൈസ്, ഇതിൻ്റെ ഡോസിനെ കുറിച്ച് പറയുക, ഇത് 5 mg മുതൽ സ്റ്റാർട്ട് ആവും. 5 mg, 10 mg, 20 mg ആൻഡ് എബോവ് ഇങ്ങനെ പോകും. അത് നിങ്ങളുടെ ഡോക്ടർ പറയും, ഞാൻ പറയുന്നില്ല. എൻ്റെ ഡോസേജ് എൻ്റെ ഡോക്ടർ പറഞ്ഞതും സോ ഞാൻ അത് ചെയ്യുന്നു. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, കാരണം ഡോക്ടറല്ല, നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക. ബട്ട് സ്റ്റാർട്ട് വിത്ത് വെരി മൈൻഡ്. സോ ഗൈസ്, ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവരും ഗുണം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗൈസ്, ഒരു കാര്യം, ഇതിൻ്റെ ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. You can check that out, and definitely ഡോക്ടർക്ക് മസ്റ്റായിട്ട് കാണിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് എൻ്റെ സോഷ്യൽ മീഡിയ, എൻ്റെ ഇൻസ്റ്റാഗ്രാം അഭിഷേക് ശർമ്മ നിങ്ങൾ ഫോളോ ചെയ്യുക. ഐ ആം ബാക്ക് ഓൺ സോഷ്യൽ മീഡിയ. എക്സൈറ്റിംഗ് കോണ്ടന്റ് ആണ് വരുന്നത്. I will change your damn life. I promise that. Until next time, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ശർമ്മ signing out. I love you all. Bye.